കൊറിയൻ സിനിമകൾക്ക് കേരളത്തിൽ നല്ലൊരു ഫാൻ ബേസ് തന്നെയുണ്ട്. പ്രത്യേകിച്ച് കൊറിയൻ ത്രില്ലർ സിനിമകൾക്ക്. ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ത്രില്ലർ സിനിമ കൂടിയാണ്. ഷിൻ യോൺ വാൻ്റെ സംവിധാനത്തിൽ 2013 റിലീസ് ചെയ്ത കൊറിയൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദ സസ്പെക്ട്. ഉത്തര കൊറിയയിലെ ഏറ്റവും മികച്ച ഫീൽഡ് ഏജന്റാണ് ഡോങ് ചൂൾ. ഒരു ദൗത്യത്തിനിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും കൊല്ലപ്പെടുന്നതോടുകൂടി അദ്ദേഹം അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ പ്രശസ്തമായ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സിഇഒയ്ക്ക് വേണ്ടി നൈറ്റ് ഡ്രൈവറായി ജോലി നോക്കുകയാണ് അദ്ദേഹം. എന്നാൽ ചെയർമാൻ്റെ ചില ശത്രുക്കൾ അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അതേസമയം മരിക്കുന്നതിന് മുമ്പ് ഡോങ് ചൂടിന് ചെയർമാൻ ഒരു ജോഡി ഗ്ലാസ് നൽകുന്നുണ്ട്. അതോടെ ഡോങ്ങിൻ്റെ നില വീണ്ടും പരുങ്ങലിലാവുന്നു. കൊലപാതക കുറ്റം, രാജ്യദ്രോഹ കുറ്റം തുടങ്ങിയ കുറ്റങ്ങളാണ് പിടിക്കപ്പെട്ടാൽ നായകനായ ഡോങ്ങിൻ്റെ മേലിൽ ചാർത്തപ്പെടുക. കണ്ണടയ്ക്ക് പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ദേശീയ രഹസ്യങ്ങൾക്ക് പുറകെയായിരുന്നു ആ കുറ്റവാളികൾ. അതേസമയം ഡോങ്ങിന് സത്യങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയാവും. അതേസമയം അത് കണ്ടുപിടിക്കുന്നതിനായി നമ്മുടെ നായകൻ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. തുടർന്ന് വരുന്ന സംഭവങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. കൊറിയൻ സിനിമാ പ്രേമികൾ ഈ ചിത്രം ഇതിനോടകം കണ്ടു കഴിഞ്ഞതായിരിക്കും. എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. എന്തു തന്നെയായാലും ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് ഒരു വിരുന്ന് തന്നെയാണ് ഈ ചിത്രം. പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആക്ഷനും ചേസിങ്ങും ഓട്ടവും ചാട്ടവും ഒക്കെ ആയി സിനിമ ഒരു പോക്കാണ്. ഒരു തരി ലാഗടിക്കുന്നില്ല എന്നതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്ത കിൽ എന്ന സിനിമയുടെ കാര്യമെടുക്കുമ്പോൾ ആദ്യ 20 മിനിറ്റിന് ശേഷം തുടങ്ങുന്ന ആക്ഷൻ പരിപാടി ഉണ്ടല്ലോ, ഏതാണ്ട് അതിനൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന പരിപാടിയാണ് ഈ ചിത്രത്തിലുള്ളത്. നോൺ സ്റ്റോപ്പായിട്ടുള്ള ആക്ഷനും മറ്റും. കൊടുക്കുന്ന സമയം എന്തു തന്നെയാണെങ്കിലും മുതലാകുമെന്നത് ഉറപ്പാണ്. ആ രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഹീറോ നോർത്ത് കൊറിയയിൽ നിന്നും സൗത്ത് കൊറിയയിൽ എത്തുന്നുണ്ട്. വേറെ ഒന്നിനുമല്ല, തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ നേരിടാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട് നമ്മുടെ നായകന്. എടുത്തു പറയേണ്ടത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ്. എത്ര മനോഹരമായിട്ടാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കണ്ടനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ചിത്രത്തിലെ സിനിമാറ്റോഗ്രാഫിയും എടുത്തു പറയണം. നേരത്തെ പറഞ്ഞതുപോലെ ചിത്രത്തിൽ ഒരുപാട് ചേസിംഗ് രംഗങ്ങളും ആക്ഷൻ സീക്വൻസുകളും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഒപ്പിയെടുക്കാൻ അദ്ദേഹം നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേസമയം വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുമുണ്ട്. അതിനൊപ്പം ചിത്രത്തിൻ്റെ എഡിറ്റിങ്ങും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അഭിനേതാക്കളുടെ മികച്ച പ്രകടനം. അതും സിനിമയുടെ മാറ്റി കൂട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. നിങ്ങളൊരു ആക്ഷൻ ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ചിത്രം തന്നെയാണ് 2013 പുറത്തിറങ്ങിയ ഈ ചിത്രം. സിനിമ മൊത്തത്തിൽ നിങ്ങളെ ത്രില്ലടിപ്പിക്കുമെന്നതിൽ സംശയമില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. കൊറിയൻ സിനിമകൾ മലയാളികൾക്ക് പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കൊറിയൻ ചിത്രവുമായി വീണ്ടും കാണാം.